ഇന്ത്യയിൽ ആകമാനം ഹിന്ദുമത തീവ്രവാദം പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള മോദി സർക്കാരിന്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മുന്നേറുന്നതിനിടയിൽ അതിന് കുറച്ചെങ്കിലും അയവ് വന്നിരുന്നത് കേരളത്തിലാണ്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും കരണത്തടിച്ചുകൊണ്ട് മോദി സർക്കാർ ജീവനക്കാർക്കുള്ള റംസാൻ അവധി നിർത്തലാക്കി. റംസാൻ ദിവസത്തിലും കേന്ദ്ര ചരക്കു സേവന നികുതി ഓഫീസർമാർ നിർബന്ധമായും ജോലിക്ക് ഹാജരാകണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം വിവാദമാകും. മാർച്ച് 29, 30, 31 ദിവസങ്ങളിൽ CGST ഉദ്യോഗസ്ഥരും ജീവനക്കാരും നിർബന്ധമായും ജോലിക്ക് ഹാജരാകണമെന്ന് ധനമന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര പരോക്ഷ നികുതി ബോർഡാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലും റംസാൻ മുൻനിർത്തി കേന്ദ്ര സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള തിങ്കളാഴ്ചയും ജീവനക്കാർ ഹാജരാകണമെന്ന നിർദ്ദേശം തികച്ചും അസ്വാഭാവികമാണ്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും റംസാൻ ദിനാചരണം. രാജ്യത്തെ CGST ഓഫീസുകളിൽ മുസ്ലിം ജീവനക്കാരായ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ധാരാളമായുണ്ട്. അവധി ദിവസം അടക്കം പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ചതിനൊപ്പം ഈ ദിവസങ്ങളിൽ ആർക്കും ലീവ് കൊടുക്കരുതെന്ന വിചിത്ര നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സോണിലെ CGST ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അഭ്യർത്ഥനയെ തുടർന്ന് CPIM രാജ്യസഭാ ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. അവധി ദിവസവും നിർബന്ധമായും ജോലിക്ക് ഹാജരാകാനുള്ള നിർദ്ദേശം മതാചാരങ്ങൾ പിന്തുടരാനുള്ള ജീവനക്കാരുടെ മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. റംസാൻ ദിവസത്തിൽ ജോലിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെടുന്നത് തികച്ചും നീതികേടാണ്. മതസ്വാതന്ത്ര്യം ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. മതപരമായ ചടങ്ങുകൾ നിർവഹിക്കാനുള്ള ദിവസത്തിൽ അവധി നിഷേധിക്കുന്നത് ഒരു വിഭാഗം ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ചെയ്ത അവധി ദിവസ പട്ടികകളുടെ ലംഘനം കൂടിയാണിത്. ഗസറ്റഡ് അവധി ദിവസങ്ങൾ പാലിക്കാനുള്ള പേഴ്സണൽ വകുപ്പിന്റെയും ആഭ്യന്തര മന്ത്രാലയങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോഴത്തെ ഈ ഉത്തരവ്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഉത്തരവ് പിൻവലിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ബ്രിട്ടാസ് കത്തിൽ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാനത്തിലെ തൊഴിലാളികൾക്ക് റംസാൻ അവധി നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമില്ല. എന്നാൽ മുസ്ലിങ്ങളോടുള്ള കടുത്ത വിദ്വേഷം പ്രകടിപ്പിക്കാൻ ഇരയാക്കാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരെയാണ്. കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല, മുസ്ലിങ്ങളുമുണ്ട്. മറ്റ് അവധികൾക്കൊക്കെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവധികൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു മുസ്ലിം വിരുദ്ധത മോദി സർക്കാർ കേരളത്തിലും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. 30 വിശുദ്ധ ദിവസങ്ങളുടെ നോമ്പിന് ശേഷം മനസ്സും ശരീരവും ശുദ്ധമാക്കി മുസ്ലിങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾ അവസാനിപ്പിക്കുന്ന ഈ ഒരു ദിവസം തന്നെ അവധിയില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒന്നുകിൽ സ്വന്തം നിലയിൽ അവധിയെടുക്കുക എന്നുള്ളതാണ്. സ്വന്തം നിലയിൽ അവധിയെടുക്കുമ്പോൾ പോലും തസ്തികകൾ പലതും ഒഴിഞ്ഞു കിടക്കാനും കഴിയില്ല. എന്നാൽ അവധി നൽകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് ലീവ് അനുവദിച്ചു കിട്ടുമെന്ന കാര്യവും ഉറപ്പില്ല. ഈ സർക്കാരിനെ കേരളത്തിന്റെ അധികാരം ഏൽപ്പിച്ചു കൊടുത്താൽ കേരളത്തിലെ മുസ്ലിം ജനതയുടെ ജീവിതം എന്താകുമെന്ന് കണ്ടറിയണം.